ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനങ്ങളില്ല. അതിർത്തിയും അതിർത്തിയോട് ചേർന്ന ഇടങ്ങളും ശാന്തമാണ്. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, തുടരും എന്നാണ് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചത്. അതിനിടെ വെടിനിർത്തലിൽ അമേരിക്കൻ ഇടപെടൽ എടുത്തു പറഞ്ഞ് വീണ്ടും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന പുറത്തുവന്നത് പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട്. കശ്മീർ വിഷയത്തിൽ പുറത്തുനിന്ന് നയതന്ത്ര ഇടപെടൽ ഇന്ത്യ നടത്തിയോ എന്നതാണ് പ്രധാന ചോദ്യം. വെടിനിർത്തൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും പാകിസ്ഥാനോട് ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വെടിനിർത്തലിന് പാകിസ്ഥാൻ നിർബന്ധിതരാവുകയായിരുന്നു. ഇന്നലെ തന്നെ ധാരണ ലംഘിച്ച പാകിസ്ഥാനെ വിശ്വസിക്കാമോ? സമാധാനം പുലരുമോ? ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. സ്വാഗതം. നമുക്കൊപ്പം അതിഥികളുണ്ടാകും. ആദ്യം നമ്മൾ പോകുന്നത് റിപ്പോർട്ടേഴ്സിലേക്കാണ്. തത്സമയ വിവരങ്ങളുമായി ജമ്മുവിൽ നിന്നുണ്ട്, കൂടാതെ ജയ്സൽമീറിൽ നിന്നും അനിൽ വാസുദേവ് ഉണ്ട്. ജമ്മു ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ്. ആദ്യം ഞാൻ പോകുന്നത് അച്യുതനിലേക്കാണ്. അച്യുതൻ, ഇന്നിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട്, അതായത് ഏത് തരത്തിലേക്കുള്ളൊരു ആക്രമണം അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി, ഭീകരതയ്ക്കെതിരായ ആക്രമണം, ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരതയെ മാത്രമാണ്, സാധാരണക്കാരായ ഒരാളെ പോലും, ഒരു താവളത്തെ പോലും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നതുൾപ്പെടെ പ്രതിരോധ മന്ത്രി വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. വിശദാംശങ്ങൾ. അനുജ, തീർച്ചയായിട്ടും. അതായത് പ്രതിരോധ മന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അല്പം കൂടി വിശദമായി നൽകിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ബ്രഹ്മോസ് എയറോസ്പേസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഭിസംബോധനയിൽ. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി കുടുംബങ്ങളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു. ആ നടപടി, അത്തരമൊരു ഭീകര ആക്രമണം, അതിനുശേഷം ഇന്ത്യൻ സായുധ സേന ആ ഇരകൾക്ക്, അതിൽ സിന്ദൂരം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നീതി നേടി നൽകി ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യം ഒന്നടങ്കം ഇന്ത്യൻ സായുധ സേനയുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് നന്ദി പ്രകടിപ്പിക്കുന്നു. ഇതൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല എന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകം കൂടിയാണ് എന്നും പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. അതിർത്തിക്ക് അപ്പുറമുള്ള തീവ്രവാദങ്ങൾക്കും നേതാക്കൾക്കും അവരുടെ ഭൂമി സുരക്ഷിതമല്ല എന്ന് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു. കാരണം ഈ 9 ഇടങ്ങൾ, അത് POKയിലും പാകിസ്ഥാനകത്തുമായി വരുന്ന 9 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തത്. അതിനുശേഷം അതിൽ വകവരുത്താനായ ആ ഭീകരരുടെ പട്ടിക പുറത്തു വരികയും ചെയ്തു. അപ്പോൾ ആ മണ്ണ് പോലും സുരക്ഷിതമല്ല എന്ന് ഭീകരരെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു ദൗത്യത്തിലൂടെ എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിവരയിട്ട് പറയുന്നുണ്ട്. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർക്കാൻ കഴിഞ്ഞു. അതായത് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആയുധശേഖരം ഉൾപ്പെടെയുള്ള ആയുധശാലകൾ ഉൾപ്പെടെ തകർക്കാൻ കഴിഞ്ഞു എന്നും പറയുന്നു. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വച്ചിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചത് സാധാരണ ജനങ്ങളെയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടതെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാനാകട്ടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയും പള്ളികളെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്നുകൂടി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന് ഉള്ളിൽ ചെന്ന് ഇന്ത്യക്ക് കൃത്യമായ മറുപടി നൽകാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു. അതിനുശേഷം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടികൾക്കും സമാനമായ രീതിയിലുള്ള ഒരു മറുപടി, ഉചിതമായ ഒരു മറുപടി നൽകാനും ഇന്ത്യൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് പ്രതിരോധ മന്ത്രി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം വ്യോമസേനയും ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് തുടരുകയാണ്. വിശദമായ രീതിയിലൊരു വിശദീകരണം അത് യഥാസമയം നടത്തും എന്നുകൂടി വ്യോമസേന വ്യക്തമാക്കുന്നുണ്ട്. ഇതുവരെ നടത്തിയ ദൗത്യങ്ങൾ പൂർണ്ണ വിജയമായിരുന്നു എന്നും വ്യോമസേനയും പ്രതികരിക്കുന്നു. അനുജ, അതാണ് ഇന്നിപ്പോൾ വിശദമായി തന്നെ പ്രതിരോധ മന്ത്രിയുടെ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മൾ കേട്ടു. കൂടാതെ വ്യോമസേന പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിച്ചിട്ടില്ല, തുടരുകയാണ് എന്നതാണ്. ബൽറാം നെടുങ്ങാടിയുണ്ട്. ശ്രീനഗറിലാണ് ബൽറാം ഉള്ളത്. ബൽറാം, നേരത്തെയൊക്കെ നമ്മൾ ശ്രീനഗറിലെ തത്സമയ സാഹചര്യം പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തതാണ്. ഒരിടത്തു നിന്ന് പോലും ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയല്ലേ വിശദാംശങ്ങൾ? അനുജ, തീർച്ചയായും കശ്മീർ ഇന്ന് ശാന്തമാണ്. എവിടെയും യാതൊരു പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല.
കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ സംഭവങ്ങളുടെ ഒരു ആശങ്ക മാത്രമാണ് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് രാവിലെ പലരോടും സംസാരിച്ചപ്പോൾ പങ്കുവച്ചതുമാണ്. ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീടും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേട്ടത് ജനങ്ങളിൽ സ്വാഭാവികമായും ആശങ്കയുണ്ടാക്കുകയും അവർ വീടുകളിൽ തന്നെ ഏറെ മണിക്കൂറുകളോളം തുടരുകയും ചെയ്തു. നേരം പുലരുന്നതോടെ സാഹചര്യം പിന്നീട് ബോധ്യപ്പെടുന്നു. പിന്നീട് രാത്രി 9:26 ശേഷം പിന്നീട് സ്ഫോടക ശബ്ദങ്ങളൊന്നും തന്നെ കേട്ടിട്ടില്ല. അതിർത്തിയിലും തീർത്തും ശാന്തമാണ്. അതേസമയം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് നഗരമേഖലകളിലും അതിർത്തിയിലും ഒരേ സമയം സുരക്ഷാ സേന. ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെ സീറോ ബ്രിഡ്ജിലാണ്. ഇത് യുവാക്കളുടെ മറ്റും ഒരു കേന്ദ്രമാണ്. ഒപ്പം വിനോദസഞ്ചാരികളും സ്ഥിരമായി എത്തുന്ന ഒരു പ്രദേശമാണ് സീറോ ബ്രിഡ്ജ് എന്നുള്ളത്. വൈകിട്ടോടെ സാധാരണ ഏറെ തിരക്കുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഉണ്ടാകാറ്. യുവാക്കളും ഒപ്പം തന്നെ വിനോദസഞ്ചാരികളും ഇവിടെ എത്തി ഫോട്ടോ എടുക്കാറുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ എന്നാൽ പതിവ് പോലെ തിരക്ക് ഇല്ല. ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്ന ഒരു തിരക്കില്ല എങ്കിൽ പോലും ആളുകളെ നമുക്ക് കാണാം, യുവാക്കളെ നമുക്ക് കാണാം. അവർ ഒത്തുചേരുന്നുണ്ട്, ഇവിടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും മറ്റും ഉണ്ട്. എന്തായാലും സാധാരണ നിലയിലേക്ക് ജമ്മു കശ്മീർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ ആളുകൾ ശാന്തരാണ്. अभी तो सीज़फायर हुई है और आप कैसे देख रहे हैं? नहीं അനുജ, ഇവർ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. പൊതുവെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നൽകുന്നതിൽ വിമുഖത ജമ്മു കശ്മീരിലെ ജനങ്ങൾ പലപ്പോഴും കാണിക്കാറുണ്ട്. ഈ യുവാക്കളും അത് തന്നെയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇല്ല എന്ന ഒരു തീരുമാനത്തിലാണ് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത്. സമാനമായി ഇന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. സംസാരിക്കാനില്ല ഈ വിഷയത്തിൽ എന്ന തരത്തിൽ. എന്തായാലും നമുക്ക് കാണാം, ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. തീർത്തും സമാധാനപരമാണ് നിലവിൽ ഇതുവരെയും സാഹചര്യങ്ങൾ. ആളുകൾ വൈകിട്ടാകുന്നതോടുകൂടി കൂടുതൽ ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം നിരത്തിൽ വാഹനങ്ങളും കാറുകളും മറ്റ് വാഹനങ്ങളും നിരത്തിലും സജീവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എന്ത് എന്ന ആശങ്ക ചിലർ പങ്കുവച്ചിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ സാധാരണമാണ്, തീർത്തും സാധാരണമാണ് ജമ്മു കശ്മീരിലെ സ്ഥിതിഗതികൾ, പ്രത്യേകിച്ച് ശ്രീനഗറിലെ സ്ഥിതിഗതികൾ എന്നുള്ളത്. അതിർത്തി മേഖലയിൽ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വൈകിട്ടാകുന്നതോടുകൂടി കൂടുതൽ പേർ തെരുവുകളിലേക്കും മറ്റും പൊതു ഇടങ്ങളിലേക്കും മറ്റുമായി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെയും കുറച്ച് യുവാക്കൾ ഉണ്ട്, അവരോട് നമുക്ക് പ്രതികരണം തേടാം. भैया सीज फायर हुई है अभी तो कश्मीर नॉर्मल हो गया? कश्मीर नॉर्मल है सर। कैसा लगता है आपको? मुझे लगता है यहाँ पर बमबारी करो हमें, यहाँ हम तंग आ गए इससे। इधर पर बमबारी करो, हम उसी से ठीक है। हम तंग आ गए इधर पर। नॉर्मल हो गया? हाँ, अभी तो नॉर्मल हो गया क्योंकि अभी टूरिस्ट भी नहीं है, सब खत्म हो गया। जो इनको करना था वो तो यहाँ का जो रेवेन्यू जनरेट होता था वो तो हो गया खत्म। अभी टूरिस्ट नहीं है, सब ठप बैठा है, तो हालात तो ठीक है फिर भी। कल रात ये सीज फायर के बाद भी थोड़ा मतलब आवाज सुनी थी। हाँ, वो श्रीनगर में सुनी थी हमने आवाज़ें, लेकिन सीज फायर हो गया था। भैया आपको कैसे लगा? अभी तो हालात सारी ठीक है। कल से जो सीज़ फायर कल हुई थी उसके बाद थोड़ा शाम को 1-2 घंटा कुछ आवाज़ें आई, लेकिन नॉर्मल है कल से। अभी सब ठीक है। अब देखते हैं आगे इंडिया गवर्नमेंट क्या करती है या वहाँ से भी क्या करेंगे। जो होगा हमारे लिए सही होगा, हमें तो वही उम्मीद है। टूरिस्ट वापस टूरिस्ट्स अभी उस तरीके से तो नहीं आए हैं यहाँ पे, क्योंकि जो हालात जो 22 अप्रैल को पहलगाम में हुआ था उसके बाद लोगों में थोड़ा तनाव हो गया, तो उसकी वजह से लोग अभी मतलब वो हिरासी कर रहे हैं यहाँ आने से लिए। अभी जब जैसे नॉर्मल होगा तो दे विल बैक, वो फिर वापस आएंगे इंशाल्लाह। यहाँ पे सब जल्दी ठीक हो जाएगा। उसके बाद सारे टूरिस्ट अभी भी है यहाँ पे। अभी जैसे अब लाल चौक भी जैसे हम आए वहाँ पे टूरिस्ट थे थोड़ा बहुत, लेकिन जैसा फ्लो होता था वैसा अभी फ्लो नहीं है यहाँ पे। जैसे नॉर्मल हो जाएगा वैसे ही टूरिस्ट भी सारे आ जाएंगे। और हम ये उम्मीद चाहते हैं कि हालात सारी ठीक हो जाए, क्योंकि यहाँ पे बहुत दिनों से काम भी वैसे नहीं हो रहा है। काम सारा होना चाहिए अच्छे से, ताकि हम भी यहाँ पे सर्वाइव करें और हमारा रेवेन्यू भी जनरेट हो। थैंक यू। അനുജ, ഇത് തന്നെയാണ് ഇവരുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവച്ചത്. എല്ലാ സാഹചര്യങ്ങളും പതിവ് പോലെ തന്നെ സാധാരണ നിലയിലാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ടൂറിസം, വിനോദസഞ്ചാരത്തെ പ്രധാന വരുമാന മാർഗമായി ആശ്രയിക്കുന്ന ഒരു ജനതയാണ് കശ്മീരിലുള്ളത്. കശ്മീരിലെ എല്ലായിടത്തും തന്നെ അത്തരത്തിലുള്ളവരാണ് കൂടുതൽ. നേരിട്ടോ അല്ലാതെയോ വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്നവർ. ഈ ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഈ സംഘർഷവും അതിനെ വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. അവിടെ നിന്നും സാധാരണ നിലയിലേക്ക് കശ്മീർ
മടങ്ങുന്നു എന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ എത്തിത്തുടങ്ങുകയാണ്. പതിയെ സാവകാശം സാധാരണ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച. നമുക്കൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ നിജേഷ് അരവിന്ദ് എന്നിവരാണ്. ആദ്യം കേണൽ എസ് ഡിന്നി, ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് സമാധാനം തരുന്നതാണ്, ആശ്വാസം തരുന്നതാണ്, സന്തോഷം തരുന്നതുമാണ്. കാരണം പതിയെ പതിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ ടൂറിസത്തെയൊക്കെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്. അവരുടെ ഏക പ്രതീക്ഷ അതാണ്. അപ്പോൾ അവർ പ്രതീക്ഷയോടെ പറയുന്നത് ഇപ്പോൾ കേട്ടല്ലോ, ശരിയാകും, എല്ലാം ശരിയാകും എന്നതാണ്. ഒരു ഭയമൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം തിരിച്ചു വരും എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ചത് ഒരുപക്ഷെ എത്രയോ തവണ അഭിമുഖീകരിച്ച പ്രശ്നമാണ്. ഒരിക്കൽ കൂടി അത് കഴിഞ്ഞിനി സാധാരണ നിലയിലേക്ക് പോകുമെന്ന ആ ഒരു പ്രത്യാശ, ശുഭപ്രതീക്ഷ അവർക്കൊക്കെ ഉണ്ട് എന്നതാണ്. കേണൽ എസ് ഡിന്നി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? നോക്കൂ മാഡം, ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഭാരതത്തിൻ്റെ സ്ട്രാറ്റജി, അത് എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസ് ഫയറിലേക്ക് എത്തിയെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനാണ് ലോഞ്ച് ചെയ്തതെന്ന് ആദ്യം തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പെഹൽഗാമിൽ ഭീകരവാദികൾ വന്ന് നമ്മുടെ 26 സിവിലിയൻസിനെ അവർ വധിച്ചത്, അതിന് പകരമായിട്ട് നമ്മൾ അത് ചെയ്തതും അത് ചെയ്യിപ്പിച്ച ആളെയും ചെയ്തത് ഇപ്പോഴും ഓപ്പറേഷൻ ഓണാണ്, പക്ഷെ അത് ചെയ്യിപ്പിച്ച ആളുകൾ ആരാണോ അവരെ എവിടാണോ അവിടെ നമ്മൾ വന്ന് അവരെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമുക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ ഭീകരവാദികൾ ക്യാമ്പ് അത് എവിടെ ആയാലും ശരി അവരെ സ്ട്രൈക്ക് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇത് യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്? കാരണം നമ്മുടെ രാജ്യം ഇപ്പോൾ ഒരു വികസിത പാതയിലൂടെയാണ്, നമ്മൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയിലാണ്. അതുകൊണ്ട് ഒരു യുദ്ധം തീർച്ചയായിട്ടും ഏതൊരു രാജ്യത്തിനെയും പിന്നോട്ട് വലിക്കും. അപ്പം പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്ത് അതിനകത്ത് ഒന്നും അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് നമ്മൾ ഇപ്പം ഒരു യുദ്ധത്തിലേക്ക് പോയാൽ നമുക്കത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകരുത് എന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ മറുപടി നമ്മൾ കൊടുക്കണം. പാകിസ്ഥാൻ ഒരു ഡിറ്ററൻസ് വേണം, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. അങ്ങനെയാണ് നമ്മൾ 9 ടെറർ ക്യാമ്പ്സിനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. ജയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പ്, ലഷ്കർ എ തോയ്ബയുടെ ക്യാമ്പ്, അതുപോലെ മറ്റ് ഭീകരവാദി സംഘടനകളുടെ ക്യാമ്പ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഏകദേശം 100ഓളം ഭീകരവാദികൾ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനകത്ത് 6 ഭീകരവാദികൾ, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഭീകരവാദികൾ, ഇൻക്ലൂഡിങ് അബു ജിണ്ടാൽ പോലുള്ള ഭീകരവാദികൾ വധിച്ചെന്നുള്ള റിപ്പോർട്ടും വന്നു. അത് കൺഫേംഡും ആണ്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശം നമ്മൾ ചെയ്തു. അത് ചെയ്തത് എവിടെയാണ്? പാകിസ്ഥാൻ്റെ ഹാർട്ട് ലാൻഡായ പഞ്ചാബ് പ്രൊവിൻസിൽ വരെ നമ്മൾ ബാവൽപൂർ എന്നൊക്കെ പറയുന്ന ആ സ്ഥലം 100 കിലോമീറ്ററിന് ഉള്ളിൽ നമ്മൾ കയറി സ്ട്രൈക്ക് ചെയ്തു. അത് പാകിസ്ഥാൻ്റെ സൈന്യത്തിനെയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയൊക്കെ ഭേദിച്ചാണ് നമ്മൾ ചെയ്തത്. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് നമ്മൾ ഭീകരവാദി എഗെയിൻസ്റ്റ് ആണ് ചെയ്തത്, മിലിറ്ററി ടാർഗറ്റ്സ് ചെയ്തില്ല, സിവിലിയൻസിനെ ചെയ്തില്ല, ഇത് നമ്മൾ നോൺ എസ്കലേറ്ററി. അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം യുദ്ധത്തിലേക്കല്ല, നമ്മൾ ചെയ്തത് ഇതൊരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്നുള്ളത്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരൊരു തിരിച്ചടി അവർ ചെയ്യും. കാരണം അവർ ഒരു സൈന്യമാണ്, അവർക്കത് ചെയ്തേ തീരൂ. നമ്മളിപ്പോൾ ചെന്ന് അടിച്ചു കഴിഞ്ഞിട്ട് അവരൊന്നും ചെയ്യത്തില്ല, ഓക്കെ സോറി എന്ന് പറയുന്നുള്ള രീതിയല്ല, അവർ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ളത് നമുക്കും അറിയാം. ആ തിരിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യത്തിൽ നമ്മൾ റെഡിയായിരുന്നു. അവർ വന്നു, അവർ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കി. അത് നമ്മളെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 സുദർശൻ ചക്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റം കൊണ്ട് നമ്മൾ തടഞ്ഞു. എന്നിട്ട് അതിനു വേണ്ടി വീണ്ടും നമ്മൾ മറുപടി കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം, ലാഹോറിലേക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തകർത്തു. അതുകൊണ്ടും പോലും പാകിസ്ഥാൻ തയ്യാറായില്ല. അവർ വീണ്ടും നമ്മളെ അഗെയിൻസ്റ്റ് ആയിട്ട് 26 സിറ്റീസിനെ വീണ്ടും ടാർഗറ്റ് ചെയ്തു. അതും നമ്മൾ തടഞ്ഞു. പല സ്ഥലത്തും പുഞ്ച് ഏരിയ, ജമ്മു ഏരിയയിലൊക്കെ ചില ഡ്രോൺസ് ഒക്കെ അവിടെ സിവിലിയൻസിൻ്റെ ഇടയ്ക്കൊക്കെ വീണു. പക്ഷെ തിരിച്ച് നമ്മൾ അതിഭയാനകമായിട്ടുള്ളൊരു സ്ട്രൈക്കാണ് ഇന്നലെ ചെയ്തത്. ഇന്നലെ രാവിലെ നമ്മൾ ചെയ്തത് പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ 11ഓളം എയർ ബേസുകൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ എയർ സ്ട്രിപ്സിനെ ഡിസ്ട്രോയ് ചെയ്തു, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തു. അതുപോലെ തന്നെ ചില റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് ഉള്ള സ്ഥലത്ത് പോലും നമ്മൾ പോയി ബോംബിട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചു എന്നുള്ളത് പാകിസ്ഥാൻ തന്നെ കൺഫേം ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഇനി പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ സമയത്താണ് അവർക്ക് $1 ബില്യൺ IMFൻ്റെ ലോൺ സാങ്ഷൻ ആവുന്നു. അതിന് സാങ്ഷൻ ആവണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ട് അമേരിക്ക ഉണ്ട്.
അമേരിക്കയുടെ പ്രഷർ ഡെഫിനറ്റ് ആയിട്ട് പാകിസ്ഥാൻ്റെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ഇവിടെ വെച്ച് തീർത്തു, അതല്ലെങ്കിൽ ഭാരതം ഇനിയും നിങ്ങളെ അടി കിട്ടും, അപ്പോഴും നിങ്ങൾക്ക് ആരും സഹായിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരും. അതുപോലെ തന്നെ ഈ $1 ബില്യൺ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് അമേരിക്ക പറഞ്ഞതായൊക്കെയാണ്. നമുക്കതിൽ സ്ഥിരീകരിച്ച് വിവരങ്ങളില്ല, പക്ഷെ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് കരുതാം. അതെ അതെ, അതൊരു സാഹചര്യം വെച്ച് അതിന്റെ ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല ആർക്കും, IMFന്റെ ലോൺ അമേരിക്കക്ക് നല്ല സ്വാധീനമുണ്ട്. ആ ലോൺ പാകിസ്ഥാൻ ഇപ്പം ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞു വെച്ചാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു പവറില്ലെങ്കിൽ അവർ ഇമ്മീഡിയറ്റ്ലി അത് എഗ്രി ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പ്രശ്നം തന്നെ ഉണ്ടാകത്തില്ല. പക്ഷേ ജനറൽ അസീം മുനീറിനെ പോലുള്ള ഒരു പാകിസ്ഥാനി ജനറലിന് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് പ്രഷർ അവിടെ കൊടുത്തത്. അതായത് നിങ്ങൾ സൈനികമായിട്ട് തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഈ എയർബേസസ് ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഇനി അവരുടെ എയർഫോഴ്സ് അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി 50% താഴെ വരും. കാരണം പറന്നാലല്ലേ അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോൺ തരുന്നത് അത് ഞങ്ങൾ വേണമെങ്കിൽ ഫ്രീസ് ചെയ്യും. അതായത് ലോൺ സാങ്ഷൻ ചെയ്തു, പക്ഷേ പൈസ കയ്യിൽ കിട്ടണമെങ്കിൽ അത് അമേരിക്ക വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് അവിടെ പാകിസ്ഥാൻ്റെ ഉള്ളിലും അതേ കാര്യമാണ്. എങ്ങനെയെങ്കിലും അവർക്കൊരു എക്സിറ്റ് സ്ട്രാറ്റജി, ഇത് എങ്ങനെയാണ് ഇതിനെ ഒരു പുറത്തോട്ട് വരിക, അതായത് ഒരു മുഖം രക്ഷിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം കാണുകയും വേണം. അതിൻ്റെ ഒരു കറക്റ്റായിട്ട് അമേരിക്ക അവിടെ ആ ലോണിൻ്റെയും പറഞ്ഞു കാണാം, അല്ലെങ്കിൽ പ്രഷർ കൊടുത്തു കാണാം. അത് തന്നെയാണ് നമ്മുടെ അടുത്തും. അതുകൊണ്ടാണ് അവരുടെ DGMO, പാകിസ്ഥാൻ്റെ DGMO ഇന്നലെ 3:35 നമ്മൾ DGMO സംസാരിച്ചു. നമ്മളത് ഫസ്റ്റ് ദിവസം തൊട്ട് പറയുന്ന കാര്യമാണ്, നമ്മളിതിനെ എസ്കലേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന്. നമ്മൾ ആദ്യം സ്ട്രൈക്ക് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഒരിക്കലും എസ്കലേഷൻ്റെ താല്പര്യമില്ലെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വെടി നിർത്താൻ തയ്യാറാണ്. അപ്പോൾ പറഞ്ഞു ഓക്കെ ഞങ്ങളും തയ്യാറാണ്. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞത്, അല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ബാക്ക് ഫുട്ടായിട്ടൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു DGMOയുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്തു. അപ്പം ഡൊണാൾഡ് ട്രംപ് ബീങ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഏത് രീതിയിലാണ് അനൗൺസ് ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഇതാണ് ആക്ച്വലി അത് നടന്നതും ഇതാണ് സീസ് ഫയറിലേക്ക് നയിച്ചതും. സീസ് ഫയറിലേക്ക് നയിച്ചതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ അവിടെ ശക്തമായ തിരിച്ചടി കൊടുത്തു. അത് പാകിസ്ഥാൻ സൈന്യത്തിനും ബോധപ്പെട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലെ ദയനീയ അവസ്ഥ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാം. അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ബലൂചിസ്ഥാനിലെ പ്രശ്നം നടക്കുന്നുണ്ട്, വെള്ളമില്ലാതെ സിന്ധു നദി കരാറിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, വെള്ളം തുറന്നുവിടുന്നതിൻ്റെ പ്രശ്നം നടക്കുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തരമായിട്ട് ധാരാളം പ്രശ്നം നടക്കുമ്പോഴാണ് അവർ ഈ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് തന്നെ പറയാം. പാകിസ്ഥാൻ സൈന്യത്തിന് അവർക്ക് സമ്മതം ഉണ്ടോ ഇല്ലെന്നുള്ളത് അത് വേറൊരു കാര്യമാണ്. ജനറൽ അസീം മുനീറിനെ പോലുള്ള ഒരു ഭീകരവാദി ഇൻ യൂണിഫോം ചിലപ്പോൾ ഇതൊന്നും എഗ്രി ചെയ്ത് കാണത്തില്ല. പക്ഷെ ആ ജനറൽ അസീം മുനീറിനെ കൊണ്ടുപോലും ഇത് എഗ്രി ചെയ്യിപ്പിച്ചിട്ടാണ് ഈ സീസ് ഫയറിന് അവർ റെഡിയായത്. അതെ, അതിനിടയിൽ ചില റിപ്പോർട്ടുകളൊക്കെ വന്ന അസീം മുനീർ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ പ്രോട്ടോകോൾ ലംഘിച്ച് പോലും അദ്ദേഹം ഈ സമയത്ത് ചില വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ട് ചെന്ന് ഇതിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു എന്നൊക്കെയാണ്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, പക്ഷെ അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. കേണൽ ഡിന്നി റഷ്യയിലേക്കും ചൈനയിലേക്കും അമേരിക്കയിലേക്കും സൗദിയിലേക്കും പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ട് സൈനിക മേധാവിക്ക് പോകേണ്ടി വന്നു. ആ സമയം നമ്മൾ ഇയാൾ എവിടെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നത് കണ്ടാണല്ലോ. അതെ അതെ, സൗദിയുടെ മിനിസ്റ്റർ അവിടെ പോയിരുന്നു, നമ്മളടുത്ത് വന്നിരുന്നു. ചൈനയുടെ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ഫുൾ ഇതിൽ ഒരു ന്യൂട്രൽ എന്നുള്ള രീതിയിലാണ്. കുറച്ച് ഓഫ്കോഴ്സ് അവർ പാകിസ്ഥാൻ കൂടാണെന്ന്, അത് സീസ് ഫയർ കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ വന്നു. പക്ഷെ അതിന് മുൻപ് ഒന്നും വന്നിട്ടില്ല. ടർക്കിയെ സംബന്ധിച്ചോളം അവരുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെയും ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അസീം മുനീർ ഈ രാജ്യങ്ങളൊക്കെ പോയോ എന്നുള്ള കൺഫേംഡ് റിപ്പോർട്ടല്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ജനറൽ അസീം മുനീർ തന്നെയാണ് ഈ ഒരു രാജ്യത്തെ ഇങ്ങനെ തള്ളി വിട്ടുകൊണ്ടിരുന്നത്. അതായത് പെഹൽഗാം ചെയ്തതും ജനറൽ അസീം മുനീറിന്റെ തന്നെ ആ ബുദ്ധിയാണ്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ വരുമെന്നുള്ള സാഹചര്യം മനസ്സിലാക്കി അവരെന്തെങ്കിലും ചെയ്തേ തീരൂ എന്നുള്ള രീതിയിലേക്ക് ഭാരതത്തിൻ്റെ അഗെയിൻസ്റ്റ് ഒരു റിറ്റാലിയേഷൻ എന്നുള്ള ചെയ്തതും അസീം മുനീർ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ആ അസീം മുനീറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഡിഫറെൻ്റ് ആണ്. അസീം മുനീർ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ രക്ഷിക്കുമോ എന്ന് പറയുന്ന സ്ഥിരം ശൈലിയാണ്. ഇതിനു മുമ്പ് ജനറൽ ബാജ്വ ആയിരുന്ന സമയത്ത് പാകിസ്ഥാന് നമ്മൾ അവിടെ ബാലക്കോട്ടിൽ എയർ സ്ട്രൈക്ക് ചെയ്തപ്പോഴും ഇതേപോലെ അമേരിക്ക വിളിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ മര്യാദയ്ക്ക് വിംഗ് കമാൻഡർ അഭിനന്ദനം കൊടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ മിസൈൽ സ്ട്രൈക്ക് നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞ് ഓവർനൈറ്റ് അവർ അഭിനന്ദനം തിരിച്ചു വന്നു. അത് പാകിസ്ഥാൻ പാർലമെന്റിൽ പിന്നെ അവരുടെ ആളുകൾ തന്നെ പറഞ്ഞു.
ഇതുപോലെ തന്നെയാണ് ജനറൽ മുഷറഫിന്റെ സമയത്തും കാർഗിൽ യുദ്ധ സമയത്തും നവാസ് ഷെരീഫ് അമേരിക്കയിൽ പോയി ബിൽ ക്ലിന്റനുമായിട്ട് സംസാരിച്ചിട്ടാണ് അവർ വീണ്ടും ചെയ്തത്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഇതൊരു സ്ഥിരം ശൈലിയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം ആദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ അവസാനം അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ കാല് പിടിച്ച് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യും. ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. ഇപ്രാവശ്യവും അതേപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അത് ഈ സാധാരണക്കാർക്ക് ഒരു നോളജിന് വേണ്ടി പറയാം. അതായത് യുദ്ധം പ്രഖ്യാപനമില്ലാതെ പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് നമ്മൾ ബ്രഹ്മോസ് പോലത്തെ മിസൈൽ ഫയർ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് അവരുടെ എയർ ബേസസ് നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് റിറ്റാലിയേറ്റ് ചെയ്ത ഒരു മിസൈലോ ഒരു ഡ്രോണോ ഈ മെയിൻലാൻഡ് ആയിട്ടുള്ള അവിടെ ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല. അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പുഞ്ച്, രജൗരി, ഊരി സെക്ടറിലെ ലൈൻ ഓഫ് കൺട്രോളിൽ പിന്നെ ജമ്മുവിൽ കുറച്ച് ഏരിയയിൽ അവിടെ മാത്രമാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ആർട്ടിലറി ഗണ്ണും മറ്റുമായിട്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ സാധിച്ചത്. അല്ലാതെ നമ്മളെ ഈ കംപ്ലീറ്റ് മെയിൻലാൻഡിൽ ഒരൊറ്റ കാര്യം പോലും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് അത് അവരെ സംബന്ധിച്ചുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ്. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ അസീം മുനീർ തുടങ്ങി വെച്ച അയാളുടെ കുബുദ്ധിയിൽ ഉദിച്ച ചില കാര്യങ്ങൾ ഒടുവിൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ പോയി കേഴുന്ന പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ആ ഒരു കാഴ്ച ഇവിടെയും നമ്മൾക്ക് കാണേണ്ടി വന്നു. പക്ഷേ ഇത്തവണ അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ എന്നുള്ളതല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? അങ്ങനെ വേണം കരുതാൻ. ഒരു വ്യക്തിയുടെ അസിം മുനീർ എന്ന മിലിറ്ററി ജനറലിൻ്റെ ഒരു ദുർബുദ്ധി, അതിന് ഒരു രാജ്യം എത്ര വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ന് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ഭീകരരെ നട്ടുനനച്ച് വളർത്തുന്ന രാജ്യമെന്ന പ്രതിച്ഛായ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്, ലോകത്തിൻ്റെ മുന്നിൽ അത് വ്യക്തമാക്കുകയാണ്. അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ എന്താണ് എന്ന് കുറച്ചുകൂടി വ്യക്തമായി ലോകത്തിന് ബോധ്യമായി. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യയുമായി പോരടിച്ച് നിൽക്കാനുള്ള സൈനികമായ കരുത്തോ ആ ഒരു കോർഡിനേഷനോ ഇല്ല എന്നതും കുറച്ചുകൂടി വ്യക്തമായി. മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ദർ ആർ സർട്ടൻ ടേക്ക് അവേസ്. ഇന്ത്യയുടെ ഭാഗത്ത് ചില കാര്യങ്ങൾക്ക് ഉറപ്പ് വേണമായിരുന്നു. അതിൽ ഒന്ന്, ഇന്ത്യയുടെ പുതിയതായി ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായി മാറിയ ആയുധങ്ങളുടെ പ്രഹരശേഷിയെ ഒന്ന് അളക്കേണ്ടതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ബ്രഹ്മോസ് മിസൈൽ. യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യത്തിനുണ്ട്. അതാണ് രാജ്നാഥ് സിംഗ് ബ്രഹ്മോസിൻ്റെ ഒരു പ്ലാന്റ് ഉദ്ഘാടന വേളയിൽ പറഞ്ഞത്. ബ്രഹ്മോസിനെക്കുറിച്ച് ഏറെ വാചാലനാകുന്ന പ്രതിരോധ മന്ത്രിയെ നമ്മൾ കണ്ടു. അതുപോലെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകൾ നമ്മുടെ ആകാശം സുരക്ഷിതമാക്കാൻ വേണ്ടി വ്യോമ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിന് വലിയ മുതൽക്കൂട്ടായി എന്നത് കണ്ടു. മാത്രമല്ല, റഷ്യയിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്ത ഡിഫൻസ് സിസ്റ്റം പിന്നാക്കമുണ്ട്. അതെ, S-400 മിസൈൽ പ്രതിരോധ സംവിധാനം അത് ഒന്നാം തരമായി അതിൻ്റെ ഫങ്ഷൻ ചെയ്തു എന്നത് അഭിമാനാർഹമായ കാര്യമാണ്. അതും മാത്രമല്ല, നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഒഫൻസീവ് കേപ്പബിലിറ്റി ആൻഡ് ഡിഫെൻസീവ് കേപ്പബിലിറ്റി ഒരുപോലെ നമുക്ക് തന്നെ ബോധ്യമായി. ഇതാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് സ്വയം ഒരു റിയൽ ബാറ്റിൽ സിറ്റുവേഷനിൽ നിന്ന് മാത്രമേ നമുക്കത് ബോധ്യമാവൂ. അത് ഭാവിയിലേക്കുള്ള സുരക്ഷാ കവചം ഒരുക്കുന്നതിന് ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്നു എന്നതാണ് ദ ടേക്ക് അവേ. രണ്ടാമത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്, ഇന്ത്യ ഹാസ് ഷോൺ ഇറ്റ്സ് വില്ലിങ്നെസ് ആൻഡ് ഓൾസോ ദ ഡിറ്റർമിനേഷൻ ടു കൗണ്ടർ ടെറർ. അത് പറയുക മാത്രമല്ല, അതിർത്തി കടന്ന് അകത്ത് കയറി പ്രഹരിക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് എ വൺ ഡേ വണ്ടർ, ഇറ്റ്സ് നോട്ട് എ വൺ ടൈം അഫെയർ. ഇത് തുടരും. വേണ്ടി വന്നാൽ ഭാവിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭീകരരെ പടച്ചു വിടാനാണ് ഇനിയും ഭാവമെങ്കിൽ ഇനിയും തുടരാനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരു വശത്ത് നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വെടിനിർത്തലൊക്കെ അവിടെ നിൽക്കും. ഇത് താൽക്കാലിക വെടിനിർത്തൽ. ആ രീതിയിൽ അതൊരു താൽക്കാലിക വെടിനിർത്തൽ, ശാശ്വതമായ സമാധാനം എന്ന നിലയിലല്ല ഇന്ത്യ അതിനെ കണ്ടിട്ടുള്ളത്. ആ രീതിയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നദീജല കരാർ മരവിപ്പിച്ചത് അതുപോലെ നിലനിൽക്കുന്നു. ഭാവിയിൽ ഈ കരാർ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ പാകിസ്ഥാൻ വിൽ ഹാവ് ടു കം ടു ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ. ചർച്ചയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് വേണ്ടി ഒരുങ്ങിയെങ്കിൽ മാത്രമേ ഭാവിയിൽ ജലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങളിലെത്താനാവൂ. അതുപോലെ തന്നെ പാകിസ്ഥാൻ കാട്ടിയ വലിയ ബ്ലണ്ടറാണ് സിംല കരാറിൽ നിന്ന് പിന്നോട്ട് പോയത്. സിംല കരാറിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കരാർ ഇന്ന് നിലവിലില്ല.
അത് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നോർക്കണം. അതിനർത്ഥം നിയന്ത്രണ രേഖയുടെ മറുപുറത്ത് ഇന്ത്യക്ക് അവകാശമുണ്ട്, ഇന്ത്യൻ സൈന്യത്തിന് കടന്നു കയറാം, യാതൊരു നിയമവും അതിനെ വിലക്കുന്നില്ല. അപ്പം ഈ ഓപ്ഷൻസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓൾ ദി സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ടു മെയിൻറ്റെയിൻ സ്ട്രാറ്റജിക് ഓട്ടോണമി, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ യുദ്ധ വിരാമ കരാറിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പ്രഖ്യാപിച്ചതിൻ്റെ കാര്യത്തിലെ ചില ആശയക്കുഴപ്പങ്ങൾ, അതാരാണ് പ്രഖ്യാപിക്കേണ്ടത്, എപ്പോഴാണ് പ്രഖ്യാപിക്കേണ്ടത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് മുൻകൂട്ടി പറഞ്ഞത് ശരിയായോ മുതലായ കാര്യങ്ങളിൽ ഒരു പക്ഷേ കുറച്ചു നേരം ചർച്ച നടന്നേക്കാം. ഇപ്പോൾ പിന്മാറിയത് ശരിയായോ അതിനെക്കുറിച്ചും ചർച്ച ഉണ്ടായേക്കാം. പക്ഷേ അവിടെയാണോ നിജേഷ് അരവിന്ദ് ഇപ്പൊ കോൺഗ്രസിനും മറ്റ് ചില പ്രതിപക്ഷ കക്ഷികൾക്കുമൊക്കെ ഒരു വിയോജിപ്പ്, ഒരു സംശയം ഉള്ളത്? ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ആദ്യം പ്രഖ്യാപിക്കപ്പെട്ടത്? അത് നമുക്കറിയാം. ഈ ടേക്ക് അവേസിനെ കുറിച്ചൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ് പറയുന്നത് കേട്ടല്ലോ. നമ്മളിപ്പോഴും കരുത്തരായി തന്നെ നിൽക്കുകയാണ്. നമ്മുടെ കരുത്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ അതുപോലെ നയതന്ത്ര തലത്തിലൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കുകയാണ്. ഈ തൽക്കാലത്തേക്ക് ഇതിൽ ഒരു ധാരണയായിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇതിങ്ങനെ നീണ്ടു പോകരുത് എന്നത്. പക്ഷെ നിങ്ങൾക്കൊരു വിയോജിപ്പുള്ളത് എവിടെയാണ്, സംശയമുള്ളത് എവിടെയാണ് നിതേഷ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമൊക്കെ ചില ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടുള്ള ഡയലോഗ്സോ ആണ്. നമ്മുടെ യഥാർത്ഥ സ്റ്റാൻഡ് വ്യക്തമാക്കണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ടോ അല്ലെങ്കിൽ പാർലമെന്റിലോ പറയണം. എന്താണ്, എങ്ങനെയാണ് വെടിനിർത്തൽ ഉണ്ടായത്, എന്തൊക്കെയാണ് കരാർ. മറ്റേതൊക്കെ ഒരു ബാലിശമായ കാര്യമാണ്. IMF-ന്റെ ലോണ് കിട്ടാൻ അതുകൊണ്ട് പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ലോക ചർച്ചയിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. നാളെ അവർ ലോണ് കിട്ടി വീണ്ടും തുടങ്ങിയാലോ? നാളെ ലോണ് കിട്ടിയതിന് ശേഷം അവർ വീണ്ടും ആരംഭിച്ച് ഇതുപോലെ ചെയ്താലോ? അതൊരു അന്താരാഷ്ട്ര കരാറിനൊക്കെ യോജിച്ച ഒന്നാണോ എന്ന് നമ്മൾ വിലയിരുത്തുക. അപ്പൊ അതൊക്കെ പറയേണ്ടത് ട്രംപിനെ, അമേരിക്കയെ നമ്മൾ ഇതിന്റെ മധ്യസ്ഥതയ്ക്ക് അയച്ചിരുന്നോ, അങ്ങനെ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടലിന് വേണ്ടി ഇന്ത്യ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിയേ മതിയാവൂ. അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് ഇതിന് ഉണ്ടായതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു മൂന്നാം കക്ഷിയെ ഇതിനു വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പറയണം, ലോകത്തോട് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ വിയോജിപ്പ്. രണ്ടാമത്തെ വിയോജിപ്പ്, നമ്മളിതൊരു വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും ദിവസങ്ങൾ 15 കഴിഞ്ഞു. ഇന്ത്യയിലെ 26 സാധാരണക്കാരായ ആളുകളെ, ടൂറിസ്റ്റുകളെ 7 പേർ വന്ന് വെടിവെച്ച് കൊല്ലുകയാണ്. ഇന്ത്യക്കകത്ത്, പ്രത്യേകിച്ച് ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഇന്ത്യക്കകത്ത് ഇങ്ങനെ വന്ന് ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നതിന് ശേഷം ഈ ആളുകളെ, ഭീകരവാദികളെ, ഈ 7 പേരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഗവൺമെന്റാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് സ്പർശിക്കുന്നില്ല. ഇത്രയേറെ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള, ഓരോ 100 മീറ്ററിലും 200 മീറ്ററിലും പോലീസുകാരുള്ള, അതിർത്തി സംരക്ഷിക്കുക, അതിർത്തിക്കകത്തേക്ക് വരുന്ന ആളുകളെ മുഴുവൻ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് മാത്രം കൊണ്ടുവരുന്ന കാശ്മീരിനകത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, ആഭ്യന്തര സുരക്ഷയിൽ പ്രയാസം വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ അഡ്രസ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. നമ്മൾക്ക് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടോ ഇന്ത്യയുടെ സൈന്യം നേടിയ ഈ ഒരു മികവ് കൊണ്ടോ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ സംഭവിച്ച കാര്യങ്ങളെ മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അതിനെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് ലോകത്തോട്, ഇന്ത്യയോട് പറഞ്ഞേ മതിയാകും. അല്ലാതെ ഇപ്പൊ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനൽ ചർച്ചയിലോ ചർച്ചയ്ക്കകത്തോ വരുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ആധികാരികമായ രേഖയല്ല എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കണമെങ്കിൽ ആധികാരികമായ രേഖ ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വെക്കാൻ എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. അമേരിക്ക ഇപ്പൊ നമ്മുടെ പാർട്ടായോ, പുടിൻ, റഷ്യ നമ്മുടെ പാർട്ടായോ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നമ്മുടെ പാർട്ടായോ, അത് IMF-ന്റെ പിടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊരു ദീർഘകാലത്തേക്ക് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ സീസ്ഫയർ ആണോ എന്ന കാര്യത്തിൽ കൂടി പറയണം. IMF-ന് ലോൺ മാത്രം വെച്ചുകൊണ്ട് ഒരു ഇതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ നിർത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമാവാൻ സാധ്യതയില്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഡീൽ ഉണ്ടെങ്കിൽ ആ ഡീല് തുറന്നു പറയണം. പിന്നെ നമ്മള് പോരാടിയ പാകിസ്ഥാൻ, നമ്മൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് പാകിസ്ഥാൻ നമ്മൾ വളരെ വലുതാക്കി കൊടുത്തു. ആഭ്യന്തര സംഘർഷം കൊണ്ട് ഉഴലുന്ന ഒരു ഭരണാധികാരിക്ക് പോലും സ്വസ്ഥമായി മരിക്കാൻ കഴിയാത്ത ഒരു മണ്ണിന്റെ പേരാണ് പാകിസ്ഥാൻ. അവിടെ ആഭ്യന്തര സംഘർഷങ്ങളാണ്, അവിടെ പട്ടിണിയാണ്, പ്രയാസമാണ്, പരിവട്ടമാണ്. ഒരു ഘട്ടത്തിൽ പോലും അവർക്കൊരു രാജ്യം എന്ന നിലയ്ക്ക് കഴിഞ്ഞ 75 വർഷമായി വളരെ അതെ
അതാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് ഇത് ഏത് തരത്തിലേക്ക് ഇത് സാധ്യമായി, അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഏറ്റവും മുഖ്യമായി ഉന്നയിക്കുന്നത്. കേണൽ എസ് ഡിനി, ഇപ്പോൾ അതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ നമ്മൾ ഒരു രാജ്യത്തെയും ഇടപെടുവിച്ചിട്ടില്ല ഇതിനു മുൻപ്. ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ ധീരമായ നിലപാടെടുത്തിട്ടുള്ളതാണ്, പലതവണ കത്തുകൾ എഴുതിയതാണ്. നിങ്ങൾ യജമാനന്മാരായൊന്നും നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നതടക്കം അവർ ധീരമായ നിലപാടെടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇതെങ്ങനെയാണ് ഈ തരത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ ഈ വിഷയം ആദ്യം പുറത്തു വന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ട്വീറ്റിലൂടെയാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ വിവരം അറിയുന്നത്. അതെന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം, അത് ഉത്തരം നൽകേണ്ടുന്നൊരു ചോദ്യമല്ലേ കേണൽ ഡിനി? തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം സർക്കാർ നൽകേണ്ട കാര്യം തന്നെയാണ്. അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഓൾറെഡി മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞത്, ഇത് അതിൻ്റെ അവരുടെ മെസ്സേജ് തന്നെ ഉണ്ട് അതിനകത്ത്. അതായത് ഇത് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു തീരുമാനമാണ്. ഇതിനകത്ത് എക്സ്റ്റേണലായിട്ട് ആരുടെയും ഇടപെടൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരു ചർച്ചയ്ക്കും ഒരു എഗ്രിമെൻറ്റും ഇല്ല. അതുപോലെ തന്നെ വേറെ ന്യൂട്രൽ സ്ഥലത്ത് പോയി ചർച്ച ചെയ്യുന്നതൊന്നും നമ്മൾ എഗ്രി ചെയ്തിട്ടില്ല എന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പം ഇതിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒക്കെ ഇന്നലെ തന്നെ വന്ന പ്രസ്താവനയിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക എന്തുകൊണ്ടാണ് ഇതിലൊരു അവരുടെ ഒരു ലീഡർഷിപ്പാണ് ഇതിൽ എത്തിച്ചത് എന്ന തരത്തിൽ ഇത് 2 തവണയാണ്. ഇന്നിപ്പോൾ രാവിലെ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരുന്നത് താങ്കൾ കണ്ടല്ലോ. അതിൽ പറയുന്നത് കൃത്യമായി തന്നെ ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ എം പ്രൗഡ് ദാറ്റ് ദി USA വാസ് ഏബിൾ to help you arrive at this historic and heroic decision. ഇതാണ് അതിലുള്ള ഒരു വരി. ഇത് കുറച്ച് നീളമുള്ളതുകൊണ്ടാണ് ഞാനത് തപ്പിയെടുക്കുകയായിരുന്നു. അപ്പോൾ അത് അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അമേരിക്ക സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ വിഷയത്തിലൊരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രം ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അതാണ് ചോദ്യം. അതിനകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം ഭാരതവും പാകിസ്ഥാനും തമ്മിലാണല്ലോ ഈ വിഷയം നടക്കുന്നത്. ഭാരതത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു. നമ്മളിത് യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറല്ല, നമ്മളിത് നോൺ എസ്കലേറ്ററി ആണെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ എപ്പം നിർത്തുന്നോ നമ്മൾ നിർത്താൻ തയ്യാറാണെന്ന് നമ്മൾ ഫസ്റ്റ് ദിവസത്തോട്ട് പറഞ്ഞു. പാകിസ്ഥാന് ഈ കാര്യം ബോധ്യപ്പെടുത്തേണ്ടുള്ളത് അവരാരെങ്കിലും കാല് പിടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും മധ്യസ്ഥയ്ക്ക് വരാൻ ചോദിക്കുക, അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ എഗ്രി ചെയ്യുകയാണല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അപ്പം പാകിസ്ഥാൻ പക്ഷെ അങ്ങനല്ല. പാകിസ്ഥാൻ നിരന്തരമായിട്ട് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് വേണം. അപ്പോൾ അവർ US പിടിക്കുകയോ അല്ലെങ്കിൽ ചൈനയെ പിടിച്ചോ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർ US പറഞ്ഞ് കേട്ടു. നേരത്തെ ഒരു ബാലിശമായിട്ടുള്ള കാര്യമെന്നാണ് ഈ IMF ലോൺ. $1 ബില്യൺ വാല്യൂ എന്താണെന്ന് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അവരുടെ ആകെയുള്ള ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ ഏകദേശം $3 ബില്യൺ മാത്രമാണ്. അത് 15 ദിവസം കഴിഞ്ഞാൽ 20 ദിവസത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് ലൈനാണത്. ആ ലൈഫ് ലൈൻ കിട്ടണമെങ്കിൽ അവർ കാല് പിടിച്ചേ പറ്റത്തുള്ളൂ അമേരിക്കയുടെ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇതിന് മുൻപും ചെയ്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അപ്പോഴും തന്നെ ഉദാഹരണം പറഞ്ഞത്. കാർഗിൽ യുദ്ധ സമയത്തും അവർ പോയി കാല് പിടിച്ചിരുന്നു അമേരിക്കയുടെ. ബാലക്കോട്ട് സമയത്തും പോയി കാല് പിടിച്ചിരുന്നു അമേരിക്കയുടെ. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഇത് ആദ്യമായിട്ടല്ല അവർ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനി എന്തിനാണ് നമ്മൾ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് നമ്മൾ ഓപ്പറേഷൻ ബ്രാസ് ടാക്ക് ചെയ്തിരുന്നു. അത് വലിയൊരു എക്സസൈസ് മാറി അവസാനം അമേരിക്കയുടെ കാല് പിടിച്ചിട്ടാണ് ഭാരതിനെ കൊണ്ട് അത് പിന്മാറി. അതായത് നിങ്ങൾ അങ്ങനത്തേക്ക് പോകണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ വന്നത്. സോ ഇതൊരു സ്ഥിരം സ്ട്രാറ്റജിയാണ് പാകിസ്ഥാൻ്റെ. അവർ തുടങ്ങും, അവർക്ക് അറിയത്തില്ല എങ്ങനെ പിന്നെ ആരെങ്കിലും പോയി കാല് പിടിക്കും. അപ്പോൾ അവർ പോയി കാല് പിടിക്കുന്നതിന് ഉത്തരവാദിത്വം നമ്മളല്ല. പിന്നെ ഈ ട്രംപിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ട്രംപാണ്, അറിയാമല്ലോ. ട്രംപിൻ്റെ കാര്യങ്ങൾ, ട്രംപ് എന്തോ ചെയ്യുന്നത് അവരുടെ രാജ്യത്ത് തന്നെ ആർക്കും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് നേരത്തെ ട്വീറ്റ് ചെയ്തു അല്ലെങ്കിൽ പിന്നീട് ട്വീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അതാണ് താങ്കളുടെ നിലപാട്. ദിവസം പോലും നമ്മൾ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ ട്രംപ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്ന ഒരു വാചകം, അഡീഷണലി ഐ വിൽ വർക്ക് വിത്ത് യു ബോത്ത് ടു സീ 1000 years കഴിഞ്ഞാൽ പോലും see you after 1000 years a solution can be arrived at concerning കശ്മീർ എന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണോ? ഇപ്പോൾ ട്രംപ് പറയുന്നത് കൊണ്ട് നമ്മളതിനെ ആ തരത്തിലേക്ക് കണ്ടാൽ മതി എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയണമോ? പക്ഷേ അമേരിക്ക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഇടപെടൽ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ തയ്യാറാണ് എന്ന തരത്തിലേക്ക് അദ്ദേഹം പ്രസ്താവന പുറത്തിറക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അത് ഗൗരവത്തിൽ കാണേണ്ടതാണോ? അതോ അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ മതിയെന്നാണോ?
അനുജ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അമേരിക്ക ഈസ് നോ ലോങ്കർ വേൾഡ് പോലീസ് മാൻ. ലോക പോലീസ് അല്ല അമേരിക്ക ഇപ്പോൾ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു G20 സ്ട്രക്ചർ, അതിലെ ഒരു നിർണായക ശക്തി എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യമൊന്നും ഇല്ല. ഒരു 20 വർഷം മുൻപുള്ള അമേരിക്കയല്ല ഇന്നത്തെ അമേരിക്ക, അന്നത്തെ ഇന്ത്യയുമല്ല ഇന്നത്തെ ഇന്ത്യ. അപ്പോൾ ആ ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. ജിയോ പൊളിറ്റിക്സ് കാര്യമായി മാറിയിരിക്കുന്നു. ഭൗമരാഷ്ട്രീയത്തിൽ വന്ന മാറ്റം അമേരിക്കയുടെ ആ ഒരു സ്റ്റേച്ചറിൽ കാര്യമായ ഇടിവ് സംഭവിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. സാമ്പത്തികമായ മേന്മ മാത്രമല്ല, അമേരിക്കയ്ക്ക് എല്ലാ സംഘർഷത്തിലും ഇടപെടാനൊരു ഇടം, ആ ഇടം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അത് നഷ്ടപ്പെട്ടു. അത് തിരിച്ചു പിടിക്കണം. അത് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായാലും, ഉക്രൈൻ യുദ്ധം, റഷ്യ സംഘർഷമുണ്ടായാലും, മധ്യപൗരസ്ത്യ പ്രദേശത്ത് സംഘർഷമുണ്ടായാലും അവിടെയൊക്കെ അമേരിക്കയുടെ ഒരു ശ്രദ്ധയുണ്ടാകും, ഇടപെടലുണ്ടാകും, ഒരു സേ ഉണ്ടാകും എന്നതാണ് അമേരിക്കയുടെ നയം. ആ നയം ട്രംപ് ഒന്നുകൂടി അടിവരയിട്ട് പറയുകയാണ്. പക്ഷേ ഇവിടെ തെറ്റിപ്പോയത് എന്താണ്? ഇന്ത്യയുടെ വിഖ്യാതമായ പ്രഖ്യാപിതമായ വിദേശ നയമാണ് ബൈലാറ്ററലിസം. ഇന്ത്യക്ക് ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല. കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാലത്തും ഇപ്പോൾ BJP ഗവൺമെൻറ്റും അത് ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ ഏകപക്ഷീയമായി സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ പുറകോട്ട് പോയി. പക്ഷേ സിംല കരാറിലൂടെ ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച എന്റെ സംശയമാണ് ഡോക്ടർ മോഹൻ വർഗീസ്. അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള നമ്മളുടെ തിരിച്ചടികളൊക്കെ നമുക്കറിയാം. ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഇടപെടൽ എവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രം പ്രതികരിച്ചിട്ടില്ല. ഇത് നന്നായി എന്ന് പറഞ്ഞ പ്രതികരണങ്ങൾ, സ്വാഭാവിക പ്രതികരണങ്ങൾ വരും. ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അവിടെയാകാം ഒരു പക്ഷേ ഈ പ്രതിപക്ഷം വിയോജിപ്പറിയിക്കുന്നത്. നമ്മളുടെ ഇതുവരെയുള്ള പ്രഖ്യാപിത നിലപാടിൽ നമ്മൾ പിന്നോട്ട് പോയോ? അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ അതിൽ നിലപാട് അറിയിക്കേണ്ടതല്ലേ കേന്ദ്ര സർക്കാർ? ഇതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം, ഡോക്ടർ മോഹൻ വർഗീസ്. അല്ല, ഇത് ന്യായമായൊരു ചോദ്യമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ തന്നെ അത് വന്നിട്ടുണ്ട്, ഇനിയുള്ള ദിവസങ്ങളിൽ ആഴത്തിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് നമ്മുടെ പ്രഖ്യാപിത നയമായ ബൈലാറ്ററലിസത്തിൽ നിന്നും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ കരാറിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന നിലപാടിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയോ അതോ പിന്നോട്ട് പോകേണ്ടി വന്നോ? രണ്ട് കാര്യങ്ങളാണ്. പിന്നോട്ട് പോയി എന്ന് പറയുന്നത് സ്വതസിദ്ധമായി പോകുന്നതാണ്. പിന്നോട്ട് പോകേണ്ട അവസ്ഥയിലെത്തി നിന്നോ, അപ്പോൾ നമ്മൾ ദുർബലമായോ എന്നതാണ്. അവിടെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ കൂടി താല്പര്യപ്രകാരമാണോ, ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണോ അമേരിക്ക ഈ ഒരു ഇടനില നിന്നത്? ഇവിടെ ഇന്ത്യ അത് സമ്മതിക്കുന്നില്ല. ഇതുവരെ വരുന്ന പ്രതികരണം അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് തന്നെയാണ് ചർച്ച നടത്തി ഒരു ധാരണയിലെത്തിയത്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ നമുക്കാവില്ല. കാരണം ഏതെങ്കിലും ഒരു രാജ്യം, അത് ആരും ആയിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, സൗദി അറേബ്യ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും രാജ്യം ഇതിനു വേണ്ടി ആത്മാർത്ഥമായി ഒരു ശ്രമം നടത്തുന്നുവെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ നമുക്കാവില്ലല്ലോ. അത് നമ്മുടെ ആവശ്യപ്രകാരമാണോ? സൗദി അറേബ്യ ഒന്നും ഇത്തരത്തിലേക്ക് ഒരു സൗദി അറേബ്യ, ഇപ്പൊ ഇറാൻ ആകട്ടെ, അവരുടെയൊക്കെ മന്ത്രിമാരുടെ ചർച്ചകളും ഒക്കെ നമുക്കറിയാം, അവരുടെ എത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും ഭാഗത്തു നിന്ന് വരാത്ത ഒന്ന്, അതൊരു പക്ഷെ ട്രംപ് ആയതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാകാമെന്ന് കേണൽ ഡിന്നി പറഞ്ഞതുപോലെ അങ്ങനെ അതിനെ ബാലിശമായി കണ്ടാൽ മതിയോ? ഏതാണ്ട് കേണൽ ഡിന്നി പറഞ്ഞ അതേ ലൈനിൽ തന്നെയാണ് എനിക്കും കാണാനാവുന്നത്. കാരണം ഇത് ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിന് ചില രീതികളുണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതൽ അർത്ഥം അതിന് കൊടുക്കേണ്ടതില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു മധ്യസ്ഥത അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ഉള്ള ഇന്റർലിക്യൂട്ടർഷിപ്പ് ഇന്ത്യ സീക്ക് ചെയ്തിട്ടുണ്ടോ, ഇൻഫോർമലായിട്ടെങ്കിലും അത് സീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിവരം വെളിയിൽ വന്നാൽ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് സാമാന്യം മുഖം നഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഈ ഈ അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടക്കുന്ന നയതന്ത്രം ഒരു കാലത്തും ഒരുപക്ഷെ വെളിയിൽ വന്നു എന്നിരിക്കില്ല. പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. അപ്പോഴും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. നിജേഷ്, നിങ്ങളുടെ തന്നെ നേതാവ് ശശി തരൂർ പല വിഷയങ്ങളിലും കോൺഗ്രസ് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കാത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന നേതാവാണ്. ഇക്കാര്യത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് പഴയ സാഹചര്യമല്ല, ഇപ്പോൾ 71-ലെ സാഹചര്യമല്ല 2025-ലേത്. ഇതിൽ നമ്മൾ അങ്ങനെ കീഴടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ എന്താണ്, അന്ന് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്കൊക്കെ പോയ ഒരു യുദ്ധമാണ് നടന്നത്. ഇവിടെ അതല്ല, ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് നടന്നത്. സാഹചര്യം രണ്ടും രണ്ടാണ്.
71 ഇന്ത്യയല്ല, 2025 56 65 അതൊക്കെ സത്യമാണ്. പക്ഷെ ഒന്നുമില്ലാതിരുന്ന കാലത്ത്, ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതിരുന്ന കാലത്ത് അമേരിക്കയുടെ കപ്പലുകളിൽ നമ്മൾക്ക് PL-450 ഭക്ഷണം വന്ന് നമ്മൾക്ക് ഭക്ഷണം ഊട്ടിത്തരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തും ഇന്ത്യക്ക് ഒരു നിലപാടുണ്ടായിരുന്നു. റഷ്യ ടെക്നോളജി കൊണ്ട് നമ്മളെ സഹായിക്കുന്ന റഷ്യ, ഒരു ഭാഗത്ത് അമേരിക്കയും ഒരു ഭാഗത്ത് റഷ്യയുമായി ഇന്ത്യയിൽ ശാക്തിക ചേരികൾ നിൽക്കുന്ന കാലത്ത് പരിവട്ടവും പരിവട്ടവുമായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് ഒരു നയമുണ്ടായിരുന്നു. ആ നയത്തിന്റെ പേര് ചേരി ചേരാ നയം എന്നാണ്. ആ നയത്തിൽ പിടിച്ചാണ് ഇന്ത്യയുടെ വിദേശകാര്യം മുന്നോട്ട് പോയിരിക്കുന്നത്. 71 യുദ്ധത്തിൽ ഇങ്ങനെയല്ല, അമേരിക്ക മധ്യസ്ഥരല്ല, അമേരിക്ക പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പുറത്ത് വന്നത്. 7ാം കൂലി പട്ടാളം ഇന്ത്യയെ തീർത്തു എന്ന് ലോകം വിലയിരുത്തിയ കാലത്താണ് അവരോട് സ്ട്രെയിറ്റ് ആയിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നിലപാടെടുത്തത്. അമേരിക്കൻ പ്രസിഡന്റിനോട് നിൽക്കേണ്ടിടത്ത് നിൽക്കണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം, ധൈര്യം കാണിച്ചിരുന്നു. അവിടെ നിന്ന് ഇന്നേക്ക് എത്തുന്ന സമയത്ത് ആര് മധ്യസ്ഥത വഹിച്ച ഡൊണാൾഡ് ട്രംപ് ആണോ? ട്രംപിന് എന്തെങ്കിലും തകരാറുണ്ടോ നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ധീരമായ നിലപാട് ഇവിടെയും മോദി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വാൻസിനോട് സംസാരിക്കുമ്പോൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി. പറയേണ്ടത് ട്രംപ് ഈ കാര്യത്തിൽ ട്രംപ് ആയതുകൊണ്ട് അത് പറയാം എന്ന് ട്രംപിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഇന്ത്യക്കില്ലല്ലോ, ഇന്ത്യയുടെ ചർച്ചക്കാർക്കുമില്ലല്ലോ. ട്രംപിന് ഇങ്ങനെയൊക്കെ പറയാമെന്നും പറയില്ലല്ലോ. അമേരിക്കയുടെ പ്രസിഡന്റിന് അങ്ങനെ പറയാനുള്ള ലൈസൻസ് ഇല്ല. ഇന്ത്യ രാജ്യം അങ്ങനെ അമേരിക്കയെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇനി പാകിസ്ഥാൻ പോയിട്ടാണ് പറഞ്ഞെങ്കിൽ ട്രംപ് അത് വിശദീകരിക്കട്ടെ. നമ്മൾ കാലങ്ങളായി 75 വർഷമായിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിദേശകാര്യ നയമുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയെടുത്ത ഒരു നയമുണ്ട്. ആ നയത്തിന്റെ മുകളിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സൈനിക ശക്തി പോരാട്ടം വന്ന സമയത്ത്, ഭീകരതയ്ക്കുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് നമ്മൾ യുണൈറ്റഡ് ആയിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു. അതിലൊരു മാറ്റവുമില്ല, ഇപ്പോഴും അതിൽ മാറ്റമില്ല. ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വെക്കുന്ന കാര്യത്തിൽ മാറ്റമില്ല. പക്ഷേ അന്ന് പറയാത്ത അമേരിക്ക, ഇടക്കാലത്ത് പറയാത്ത അമേരിക്ക ഇന്ന് വന്നുകൊണ്ട് ലോക പോലീസ് ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഇന്ന് ഇന്ത്യക്കുണ്ട്. കാരണം ഇന്ത്യ സാമ്പത്തികമായിട്ട് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ഏതളവ് വരെയും പോകുമെന്നുള്ള വ്യക്തമായ സന്ദേശം ഇവിടെ നൽകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ അല്ലേ? ആ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. പറയേണ്ട സമയത്ത് പറയേണ്ടത് നമ്മൾ പറയും. അത് പറയാനുള്ള അവസരം ഈ രാജ്യത്ത് ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും എന്തല്ല ഇന്ത്യൻ സൈനിക ശക്തിയെ ചോർത്തുക, താഴെയാക്കിക്കൊണ്ടോ ഒന്നുമല്ല. പറയേണ്ടടുത്ത സമയം അത് പറയാനുള്ള വേദി ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുണ്ട്. അതും ആ ജനപ്രതിനിധികളോട് സംസാരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. പാർലമെന്റിനോട് സംസാരിക്കണം, സർവകക്ഷി യോഗത്തിൽ സംസാരിക്കണം. ഇത്രേ കോൺഗ്രസിന്റെ സ്റ്റാൻഡുള്ളൂ. അതെ, വ്യക്തമാണത്. കേണൽ എസ് ഡിനി, ഇപ്പോൾ ഇതിൽ ഒരു സംശയമുള്ളത് പാകിസ്ഥാനാണ്, അതുകൊണ്ട് നമുക്ക് അവരെ വിശ്വസിക്കാൻ കഴിയുമോ എന്നതാണ്. ഇന്നലെ തന്നെ ഈ ധാരണ ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ വീണ്ടും ആക്രമണത്തിന്റെ വാർത്തകൾ, ആക്രമണ ശ്രമത്തിന്റെ വാർത്തകൾ നമ്മൾ കണ്ടതാണ്. വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ കണക്കിന് ഇന്നത്തെ രാത്രിയൊക്കെ വളരെ നിർണായകമാണോ? തീർച്ചയായിട്ടും മാഡം, അതിനകത്തൊരു സംശയമില്ല. പാകിസ്ഥാനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അവർ പറയുന്നത് ഒന്നാണ്, ചെയ്യുന്നത് മറ്റൊന്നാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നേരിടാനുള്ള ഒരു ശേഷി ഭാരതത്തിൻ്റെ സൈന്യത്തിനുണ്ട്. അത് ഇന്ന് തന്നെ ആർമി ചീഫ് തന്നെ ലോക്കൽ കമാൻഡേഴ്സിന്, അതായത് പാകിസ്ഥാനാണ് ഈ സീസ് ഫയർ വയലേഷൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അതേ മീൻസ് ഉപയോഗിക്കണമെന്ന് കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇനി ആർക്കും തിരിഞ്ഞു ചോദിക്കാനോ അങ്ങനത്തെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പം പാകിസ്ഥാൻ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചടിക്കും. ഇന്നലെയും 3 മണിക്കൂർ കഴിഞ്ഞ് അവർ സീസ് ഫയർ ലംഘനം ചെയ്തപ്പം അതേ നാണയത്തിൽ തന്നെ നമ്മൾ തിരിച്ചടിച്ചു. അപ്പോൾ അവർ പിന്നെ അടങ്ങി. അപ്പോൾ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് പുതുമയൊന്നുമില്ല. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യം കൂടെയാണ്. അതുകൊണ്ടാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂർ ഇൻ പ്രോഗ്രസ് എന്ന് ഇപ്പം പറയുന്നത്. അതായത് സമാപിച്ചിട്ടില്ല, ഇത് ഇൻ പ്രോഗ്രസ് ആണ്. എയർഫോഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, ആർമിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് എന്തെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ തിരിച്ചടി കൊടുക്കുന്നതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാരും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും തമ്മിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. DGMOമാർ തമ്മിലുള്ള ചർച്ചകളാണ് നടന്നിട്ടുള്ളതെന്നൊക്കെയുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ തലത്തിലുള്ള ചർച്ചകളിലേക്ക്, ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന തലത്തിലേക്ക് ഈ ചർച്ചകളൊക്കെ പോകേണ്ടുന്നതിൻ്റെ അനിവാര്യതയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയല്ലേ? വളരെ ചുരുക്കിയുള്ള മറുപടി. തീർച്ചയായിട്ടും അനുജ, തീർച്ചയായും ഒരു കോംപ്രഹെൻസീവ് ലെവൽ പൊളിറ്റിക്കൽ ടോക്സിലെ ആവശ്യമുണ്ട്. കാരണം ആത്യന്തികമായി DGMO ലെവലല്ല, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അല്ല ആത്യന്തികമായി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഒരു തുടക്കമെന്ന നിലയിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് വേണ്ടി അവരുടെ സേവനം ഉപയോഗിക്കാമെന്നല്ലാതെ പൊളിറ്റിക്കൽ ലെവലിൽ, ഹയസ്റ്റ് പൊളിറ്റിക്കൽ ലെവലിൽ പ്രധാനമന്ത്രി തലത്തിലാണ് ഡീലുകൾ ഉറപ്പുവരുത്തേണ്ടത്. വിദേശകാര്യമന്ത്രി തലത്തിലുള്ള ചർച്ച, അതിനും താഴെ തലത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചർച്ച, വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള ചർച്ച, ഇതെല്ലാം വിവിധ ലെവലുകളിൽ ചർച്ച ചെയ്ത് ഇറിറ്റൻസ് വിൽ ഹാവ് ടു ബി അയൺഡ് ഔട്ട്.
ഇത് ചെയ്യാതെ ഇപ്പോൾ വെടിനിർത്തൽ മാത്രമാണായിട്ടുള്ളത്. സമാധാനം പൂർണ്ണ സമാധാനമല്ല, ഒരു താൽക്കാലിക കേവലം ആലങ്കാരികമായ ഔപചാരികമായ വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതാണ്. പക്ഷേ സമാധാനം പുലരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. ഇന്നിപ്പോൾ വൈകിട്ട് 6:30 പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനമുണ്ട്. കൃത്യം 6:30 കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വളരെ നന്ദി കേണൽ എസ് ഡിന്നി, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ നിജേഷ് അരവിന്ദ് ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.